Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE, Bima Jewels, Pankaja Kasturi Ortho Herb and Kerala Bank. പോയിന്റ് നോക്കുമ്പോ 9, 8, 7, 6. അല്ല വേറെ കാര്യം പറയട്ടെ അനീഷ്, നമുക്ക് കാര്യം പറയാം. ഞങ്ങൾക്ക് ഇതിലൊരു ചെറിയ പ്രശ്നം തോന്നി. വേറെ കൊണ്ടല്ല, ഈ 7 മാർക്ക് തരാൻ പറ്റിയ ഡിഷ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം എല്ലാവരും ഇവിടെ കഴിച്ചവരൊക്കെ ഏറ്റവും ടേസ്റ്റ് പറഞ്ഞത് ഞങ്ങളുടെ. പിന്നെ പുള്ളി എന്താണ് അങ്ങനെ 7 മാർക്ക് ഇട്ട്? എന്ത് കാര്യത്തിലാണെന്ന് എന്ത് ക്രൈറ്റീരിയയിലാണ് പുള്ളി അതങ്ങനെ ഇട്ടെന്ന് അറിയില്ല. ഇത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യുസീനെ ബേസ് ചെയ്തിട്ടാണോ? അതായത് ഇത് ഇറ്റാലിയൻ സാലഡാണോ? അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാലഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു സാലഡ് ഞാൻ ഉണ്ടാക്കാത്തതായിട്ട് കണ്ടു. അതിനകത്ത് വൃത്തിയൊന്നുമില്ല, ഹെൽത്തി ചിക്കൻ സാലഡ് മാത്രമേ ഇത്. പക്ഷെ നല്ല മില്യൺ വ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസിക്കലി ഒരു സാലഡ് നമ്മൾ ഡ്രസ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രഷ്നെസ് ലൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങളും കഴിവതും ആഡ് ചെയ്യാതെ നോക്കണം.
നമ്മൾ ചിക്കൻ സാലഡ് കഴിക്കുമ്പം നമുക്ക് എപ്പോഴും ഓവർ പവർ ചെയ്ത് നിൽക്കേണ്ടത് നമ്മൾ വായിൽ നിൽക്കേണ്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ സാലഡ് എന്നാണ് വിളിച്ചത്. ഇതിപ്പോൾ സെലറി കയറി കടിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് സാലഡോ ഒരു ഇറ്റാലിയൻ സാലഡോ ഒക്കെ ബേസിക്കലി ചെയ്യുമ്പം ആദ്യം അവോയ്ഡ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് അണിയൻസ്. കാരണം ഇംഗ്ലീഷുകാർ പൊതുവേ ബേസിക്കലി നാപ്കിൻ ഉപയോഗിച്ചാണ് പോകുന്നത്. ഒരു പ്രത്യേകിച്ച് എപ്പോഴും വാ കഴുകുക അങ്ങനെയുള്ള പ്രത്യേകതകളില്ല. അപ്പോൾ അവർക്ക് സ്റ്റിങ്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അവരുടെ ഫുഡ് എപ്പോഴും ലൈറ്റായിരിക്കും. പക്ഷെ ഇതിൽ ഈ സാധനങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു ചിക്കൻ സാലഡ് ചെയ്യുമ്പം നമുക്ക് മില്യൺ വ്യൂസ് ഉണ്ട്, എല്ലാം കറക്റ്റായിരിക്കാം. നമ്മൾ സാലഡ് പ്രസൻറ്റ് ചെയ്യുമ്പം അത് കഴിക്കുന്ന ആൾക്ക് വായിൽ നിൽക്കേണ്ടത് ബേസിക്കലി നിൽക്കേണ്ടത് ആ ചിക്കനാണ്. പിന്നെ അതിനെ നമുക്ക് ക്രീമി ചെയ്യാം. ഇപ്പോൾ ഒരു ഹെൽത്തി ബേസ് ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും ആ ചിക്കൻ ആ സാലഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ മൗത്ത് സ്റ്റിങ്ക് ചെയ്യാതെ കഴിവതും നോക്കേണ്ട രീതിയിൽ സാലഡ് പ്രിപ്പയർ ചെയ്താൽ നന്നായി. എല്ലാവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും കഴിച്ചില്ലെന്ന് അവർ പറയട്ടെ. അല്ല നവീൻ, അതിന് അല്ല പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഒരു സവാളയുടെ കേസ് വായ എന്താണ് മടുക്കണം, സ്റ്റിങ്കി മറ്റേ മറിച്ച് ഇതൊക്കെയാണ് ഒരു പ്രശ്നങ്ങൾ. അനീഷേട്ടാ, ഒരു സാധനം കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റാണ് മുഖ്യം. അല്ലാതെ അതിന്റെ ഉള്ളിൽ മറ്റേ സവാള ഇട്ടോ മറ്റേതിട്ടോ അല്ല, ഇതിൽ കുറച്ച് ഞങ്ങൾക്ക് ഫീലിംഗ് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട്. അല്ല നിങ്ങൾ കഴിച്ചല്ലേ, നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഒരു ഉപ്പും ഉണ്ടായിരുന്നില്ല. നല്ല കൃത്യമായിരുന്നു. ഒന്നും പറയാ തമാശ. ഞാൻ കഴിച്ചപ്പോ എനിക്കും ഇഷ്ടപ്പെട്ട ഒരു യമുന ചേച്ചി പറഞ്ഞു, ദീപൻ പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞു, ദിവ്യ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഏറ്റവും ടേസ്റ്റി തോന്നിയത്. പിന്നെ കഴിച്ചവരെല്ലാവരും പറഞ്ഞു, ഇവിടുത്തെ ക്രൂസ് മൊത്തം പറഞ്ഞു ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെയാണ്. പക്ഷെ ടേസ്റ്റിലല്ലേ അപ്പൊ നമ്മൾ മാർക്ക് ഇടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫസ്റ്റ് കിട്ടണമെന്നല്ല, എങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഈ 7 മാർക്ക് വരെ? അല്ലെങ്കിൽ വേണ്ട, രണ്ട് ടേസ്റ്റ് ഉള്ളത് 2 സെക്കൻഡോ അല്ലെങ്കിൽ 2 ഫസ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ടല്ലോ ഇവിടെ. എന്തുകൊണ്ടാണ് 3rd പൊസിഷനിലേക്ക് പോയിട്ട് 7 മാർക്ക് ഇട്ടത്? ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ പെപ്രിക്കയും സാധനങ്ങളൊക്കെ ഇട്ട് കുക്ക് ചെയ്ത ചിക്കൻ. നോ ഒന്നും സൂപ്പർ ആണാ. ഇനി കുറെ സാധനങ്ങൾ ക്രീമൊക്കെ ചേരാനുണ്ട്. അല്ല ഇനിയും തരുമോ? ഇനി തരൂല, വിട്ടോ. അനീഷേട്ടാ, നിങ്ങൾ ഇതുപോലെ കാണുന്നുണ്ട്, ഇത് നോക്കി രണ്ടുപേരാണ് വന്ന കാര്യം നടത്തിട്ട് പോ. ചേച്ചി എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ കൊടുത്തു. ബ്ലൂബെറി കറക്റ്റ്, ബ്ലൂ നോക്ക്, ഒന്നുകൂടെ പറഞ്ഞേ. ബെറീസ്. ആ പറയല്ല, ഒരു ബെറി തെറിച്ചിങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഞാനിനി ഞങ്ങളുടെ മെയിൻ കാര്യം പറയട്ടെ. ഇത് കാണുമ്പോ തന്നെ ഭയങ്കര രസമുണ്ട്. അതാണ് ഞാൻ കലാപരമായിട്ടാണ് ഇതങ്ങനെ വെറുതെ അങ്ങോട്ട് ഇട്ടേക്കല്ല. നോക്ക് അതിന്റെ അതിന്റേതായ ഒരു അല്ല, പ്രേക്ഷകരും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? മീന ചേച്ചിന്റെ നവീൻ ചേട്ടന്റെ കുക്കിംഗ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെ താങ്ക് യു ഇതാണ് ഇവിടെ അപ്പുറത്തും പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞോ? അല്ല അവിടെയും പറയുന്നുണ്ട്. അതെയോ? അങ്ങനെ എല്ലാരും പറയരുത്. ഞാൻ ചോദിക്കണേ, ഇതിന്റെ പേരെന്നൂടെ പറയൂ. ഇതിന്റെ ഈ സാലഡിന്റെ പേര് ഞാൻ ഹെൽത്തി ചിക്കൻ സാലഡ് ബയോട്ടിക്. അവന്റെ ബയോ അല്ല, അത് എല്ലാത്തിനും അത് മാർക്ക് കളയാൻ വേണ്ടി അവൻ ഇടുന്നതാണ്. ഞാൻ അവിടെ പറയില്ല ഒരിക്കലും, നമ്മുടെ ഷെഫിന് മുമ്പിൽ ഞാൻ പറയില്ലത്. ഞാൻ പോയിട്ടാ സെലറി സ്റ്റോക്സ് ആണ്. സെലറി സ്റ്റോക്സ്, ഇത് മറ്റേ ലെറ്റ്യൂസ്, പിന്നെ എല്ലാം ഹെൽത്തി. ക്രഷ്ഡ് ആൽമണ്ട്സ്, ചിക്കൻ, ഗ്രീൻ ആപ്പിൾ, റൈസിൻസ്, പിന്നെ ബാക്കി ഇനി മയോണൈസ് എന്ന് വെച്ചാൽ അത് പ്രത്യേകം ഉണ്ട്. ആ മയോണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള, അതുകൊണ്ട് ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്രീക്ക് യോഗട്ടും മറ്റേ മയോണൈസും എല്ലാം കൂടി നന്നായി വരും. ഓക്കെ, താങ്ക് യു. ഞങ്ങള് അപ്പുറത്തെ അയലോകത്ത് നിന്ന് പോയിട്ട് ഇൻഷാ അല്ലാഹ് പൊളിക്കാം നമുക്ക് കേട്ടോ. Milma presents Fira Food Celebrity Kitchen Magic Season 3, powered by Amrutaveni, KSFE, Bima Jewels, Pankaj Kasturi, Ortho Herb and
കേരള ബാങ്ക്. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ അങ്ങനെയല്ലേ, നമ്മളിപ്പോ നമ്മൾക്കിടയിലാണ് ഒരു മത്സരം നടന്നത്, നമ്മളാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കത്തിന് കാരണമുണ്ട്. ഇതിനെക്കുറിച്ച് ആധികാരികമായി അപ്പൊ ഞങ്ങൾ ഷെഫിന്റെ അടുത്തും ചോദിക്കുകയാണ് എന്തിന്റെ ഇതിലായിരുന്നു ആ അപ്പൊ ടേസ്റ്റ് അല്ലേ നമ്മൾ നോക്കുന്നത്. ടേസ്റ്റും ഒരു കാര്യമാണ്. നമ്മൾ യൂട്യൂബിൽ കണ്ട് അതേപോലെ, അതായത് മില്യൺസ് ആണ് അതിന്, അതുപോലെ ഒരുപാട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി, ഒരാൾ പോലും മോശം പറഞ്ഞില്ല. പിന്നെ എന്താണ് ഇതിന്റെ ഇതും മനസ്സിലാവണില്ല. ഒരു സാധനം പോലും അതിന്റെ മേളിലേക്ക് ഒന്നിന്റെ ടേസ്റ്റ് പോലും മേളിലേക്ക് അങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ അയ്യോ അതിന് ഇത് തോന്നിയിട്ട് അങ്ങനെ ഒന്നും ആരും ഒരാൾ പോലും പറഞ്ഞില്ല. അപ്പൊ ഇതിവിടെ എത്ര പ്രാവശ്യം വന്നിരിക്കും, 2 ഫസ്റ്റ് 2 സെക്കൻഡ് ഒക്കെ വരാലോ. അത്രയ്ക്കും മോശമായ രീതിയിലേക്ക് അത് 3-ാം സ്ഥാനം. അല്ല ഇവര് പറയട്ടെ, ഇവര് കഴിച്ചതല്ലേ, നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത് അതുപോലെ തന്നെ പറയണം. 3rd പൊസിഷനിൽ വരാനുള്ള ഡിഷ് അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാവരും മീൻസ് അങ്ങനെ ടേസ്റ്റ് എനിക്ക് പറയാൻ എനിക്കറിയില്ല, ഇന്നത് ബെറ്റർ എന്ന് പറയാൻ അറിയില്ല. എനിക്ക് എല്ലാവരും ഇവർക്ക് മാത്രമേ ഞാൻ കഴിച്ചിട്ടില്ല. ബെറ്റർ ആയിരുന്നു പറയാൻ പറ്റില്ല, ഷെഫിനെ പറയാൻ പറ്റുള്ളൂ. ഓരോന്നും ഓരോ ടേസ്റ്റ് അല്ലേ. ഇപ്പൊ ചിക്കന്റെ ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ്, ചേച്ചി ഫ്രൂട്ട്സിന്റെ ഉണ്ടാക്കിയോണ്ട് ആ ഒരു ടേസ്റ്റ്. പിന്നെ അതിന് അങ്ങനെ ഒരു പറയാൻ പറ്റിയ ഒരു മിസ്റ്റേക്സ് നമ്മള് കഴിക്കുന്ന ഓരോ നാടിന്റെ ഒരു ടേസ്റ്റുകളുണ്ടല്ലോ. ഇത് ഇന്റർനാഷണൽ ഒന്നും അല്ല, ഇത് നോർമൽ ഒരു ചിക്കൻ. നമുക്ക് ചിക്കൻ പല രീതിയിൽ ഉണ്ടാക്കാലോ. നമ്മൾ എന്താ നോക്കുക, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കാറുണ്ട് സാലഡ്. അത് വെറുതെ സോട്ടി ചിക്കൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെറുതെ ബ്രോക്കോളി ഇതൊക്കെ വെറുതെ ഉപ്പിട്ട് ഇത്തിരി കുരുമുളക് ഇട്ടിട്ട് വെറുതെ കഴിക്കും. അത് വേറൊരു ടേസ്റ്റാണ്. ഇത് വേറൊരു രീതിയിൽ നമ്മൾ പല ഡിഷും പല രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. കാണുമ്പോ തന്നെ കൊതി വരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് സാധനങ്ങളും അങ്ങോട്ട് തട്ടിയാൽ മതി. ഓക്കെ, ആദ്യം നമ്മൾ ഓണിയൻ ഇടുന്നു, റൈസിൻസ് ഇടുന്നു, ഗ്രീൻ ആപ്പിൾ ഇടുന്നു, ചിക്കൻ ഇടുന്നു, ബദാം പൊടിച്ചത്, അപ്പം നമ്മുടെ ഇതേ സംഭവം കഴിഞ്ഞു കേട്ടോ. ഈ ക്രീമിലൊന്ന് ഇതൊന്ന് അങ്ങോട്ട് പെരട്ടി എടുത്താൽ ഓക്കെ. നമ്മുടെ ഹെൽത്തി സാലഡ് റെഡി. ചിക്കൻ സാലഡ്. ചിക്കൻ സാലഡ് ഭയങ്കര ഹെൽത്തി എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ബദാം, റൈസിൻസ്, പിന്നെ ലെറ്റ്യൂസ്, അങ്ങനെ ഞാൻ പറയാം മയോണൈസ് ലോ ഫാറ്റാണ്, പേടിക്കേണ്ട. കുറച്ച് ഇട്ടിട്ടുള്ളൂ, യോഗോട്ടും കുറച്ചിട്ടുള്ളൂ, ഗ്രീഗോട്ടും ആയിട്ട്. ബാക്കി എല്ലാം നമ്മുടെ ഹെൽത്തി സാധനങ്ങളാണ്. അപ്പം ഗ്രീൻ ആപ്പിൾ ഉണ്ട്. പിന്നെ ഞങ്ങൾ സ്നേഹം അതിൻ്റെ അകത്ത് പ്രത്യേകം അല്ലേ, ലാലേട്ടൻ പറയണ പോലെ സ്നേഹം ഇട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. ഓ വാവ്, ഓ രക്ഷയില്ലടാ നവീനെ. ഒരു മിനിറ്റ് രക്ഷയില്ലാത്ത ടേസ്റ്റ് ഇടാം. എന്താ ചെയ്യാ, പിന്നെന്താ. ആദ്യം നമ്മുടെ കാര്യങ്ങൾ അവിടെ സെറ്റ് ആവട്ടെ. കാണുമ്പോ തന്നെ നല്ല കൊതി വരുന്നുണ്ട്. ഇത് കൊതിയൂറും കഴിക്കാം സാലഡാണ് കേട്ടോ. കിടുക്കാച്ചി ടേസ്റ്റ്. എങ്ങനെയുണ്ടോ അല്ലേ? ഭയങ്കര. ഞാൻ സത്യം ഇത് ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ ചെയ്യാത്ത സാധനമാണ്. പക്ഷെ സത്യം ഗൈസ് ഇത് ചെയ്യണം കേട്ടോ എല്ലാവരും. ചേച്ചിയുടെ സാലഡ് മോശം എന്നല്ല പറഞ്ഞത്, എല്ലാ സാലഡും നല്ലത് തന്നെയാണ്. പക്ഷെ അല്ല, മോശം എന്ന് അദ്ദേഹം പറഞ്ഞതില് മാറ്റർ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞേ. അല്ല ഞാൻ പറഞ്ഞത് സവാള. ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഈ സാലഡിൽ സവാള ഇടാറില്ല, ആരും ഇടാറില്ല. അല്ല ഇത് കേരളത്തിലെ സാലഡ് അല്ലല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല, ഇതൊന്നും ഇന്റർനാഷണൽ. അപ്പൊ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ ഒരു കാര്യം, നമ്മുടെ ഒരു ഫീലിംഗ് പറഞ്ഞു എന്ന് മാത്രം. പൊക്കോട്ടെ, ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഇത്. അപ്പൊ നമ്മള് അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ ലഡു റൗണ്ട് ഇവിടെ വെച്ചു. ലഡു റൗണ്ടിൽ വെച്ചത് അവരത്രയും പറഞ്ഞ സംഭവങ്ങളെല്ലാം വെച്ച് നമ്മളിതായിരുന്നു ലഡു ആയത്. അല്ലേ? ബീന ചേച്ചീൻ്റെത് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു.
യമുന ചേച്ചിന്റെയും അത് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല. ഉണ്ടാക്കിയ ലഡുവിന്റെ ഇത് അപ്പൊ ലഡുവിന്റെ സംഭവങ്ങൾ നമ്മളതായിരുന്നു കറക്റ്റ് വന്നത്. എന്തുകൊണ്ട് നമുക്കൊന്ന് കിട്ടിയില്ല? നമ്മളൊന്നും ഒന്നും പറഞ്ഞില്ല. അതിന്റെ അകത്ത് മറ്റേ ഇതിന്റെ ചൊവ്വ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ എന്നാ കഴിച്ചിട്ടില്ല. എന്നെങ്കിലും ആ തിരുപ്പതി പോയിട്ട് ലഡു ഒന്ന് കഴിച്ചു നോക്കുക. പച്ചക്കറിപ്പൂരത്തിന്റെ ടേസ്റ്റ് ഇതേ ടേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഉണ്ടാക്കുന്നില്ല. അല്ല, ഇതാണ് അന്ന് അതായിരുന്നു ശരിക്കും. അങ്ങനെയല്ല, വേണ്ട ഇതിന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞു മാത്രം. അല്ലല്ല, ഒരു ഇത് പ്രശ്നത്തിനല്ല പറഞ്ഞത്, നമ്മുടെ ഒരു ഫീലിംഗ്സ് കർപ്പൂരം അധികമാണെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സവാളേന്റെ പ്രശ്നമാണ്. അപ്പൊ ഓരോന്നും ഓരോ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അല്ല, പക്ഷെ അല്ലേ സവാള ടേസ്റ്റ് ഉണ്ടായില്ല, സവാളയുടെ കുത്തൽ ഉണ്ടായില്ല. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷെഫോ കാര്യം സവാളയുടെ കുത്തലുണ്ടായിരുന്നു. അതേ ഞാൻ പറഞ്ഞു. എന്താ പറയാൻ അല്ല ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ നമ്മൾ നല്ലത് 2 ആണെങ്കിൽ 2 സെക്കൻഡ് എടുക്കാലോ, 2 ഫസ്റ്റ് കൊടുക്കാം. പറയുന്നത് ഓക്കെ എഗ്രി ചെയ്യുന്നുണ്ട്. ബീന ചേച്ചി നവീൻ ഉണ്ടാക്കിയ ചിക്കൻ സാലഡ് നന്നായിരുന്നു. ഞാൻ ഒരുപാട് കഴിക്കുകയും ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ ഒരു പ്രൊഫഷണലി അവർ ഡീൽ ചെയ്യുന്ന ഒരു ജഡ്ജ് വന്ന് ജഡ്ജ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ തന്നെ ആക്ച്വലി പുള്ളി പറഞ്ഞു ബെസ്റ്റ് സാധനം എന്നാ പറഞ്ഞ് കഴിച്ചു, പക്ഷേ പ്രസന്റേഷനിലാണ് അവിടെ മിസ്സിങ്. അങ്ങനെയാണ് ഡെക്കറേഷൻ പെർഫെക്റ്റ്. സാധാരണ സാലഡിലൊക്കെ നമ്മൾ സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ ചേർക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫീൽ കിട്ടുന്നത്. ഇപ്പം നോക്കിയേ, നാച്ചുറലായിട്ട് ഹെർബ്സ് ഒക്കെ ആഡ് ചെയ്ത്. അപ്പോൾ ദാണ്ടെ ഞങ്ങളുടെ ട്രോപ്പിക്കൽ ജുവൽ സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് റെഫ്രിജറേറ്ററിൽ വെക്കാം. അതിനുശേഷം എടുക്കാം. ഓക്കെ, ബൈ ബൈ. ജുവൽ ബോക്സ് ഓൾറെഡി ഓപ്പൺ ആണ്. ജുവൽ ബോക്സ് എന്ന് പറയുമ്പോൾ ഞാൻ വേറെയൊക്കെ എക്സ്പെക്ട് ചെയ്തേ. അതാ സ്വർണ്ണമൊക്കെ കാണുമെന്ന് കുറെ കമ്മല്, ആമാടെ പെട്ടിയായിരിക്കും ഉദ്ദേശിച്ചത്. കരുക്ക് ഉപയോഗിക്കണമെന്നുള്ള ആരുടെ ഐഡിയ ആയിരുന്നു? മിണ്ടാതിക്കോ കേട്ടോ, ഇനി അത് ഫ്ലോപ്പായി പോയല്ലോ എന്ന് വെച്ചിട്ട്. ഇല്ല, ഞാൻ ഏറ്റെടുക്കും. ഡ്രസ്സിങ്ങിന് എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു ഹണി, ലൈം ജ്യൂസ്, ചാറ്റ് മസാല, വേറൊന്നുമില്ല. പിന്നെ കൊറിയാണ്ടർ ലീവ്സും മിന്റ് ലീവ്സും യൂസ് ചെയ്തിട്ടുണ്ട്, ഹെർബ്സ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ജുവൽ ബോക്സ് എന്ന് പറയുമ്പം ബേസിക്കലി ഒരു ജുവൽ പ്രസൻറ്റേഷൻ കൊടുത്താൽ നന്നായിരിക്കും. ജുവൽ ബോക്സ് റിച്ച് ഫീലിംഗ് ഉണ്ടാവണം, റോയൽ ഫീലിംഗ് ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് റിച്ച് ഫീലിംഗ് ഉണ്ട്, ഇതിനകത്ത് റോയൽ ഫീലിംഗ് ഉണ്ടോ എന്നുള്ളത് ചോദ്യം ആണ്. അല്ലേ, ഒരു റോയൽനെസ് ഉണ്ടാവണം. ആ റോയൽനെസ്സാണ് ജുവൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ഓവർ പവർ ചെയ്യുന്ന സാധനങ്ങളായി കൊറിയാണ്ടർ ലീഫ് എന്നൊക്കെ പറഞ്ഞത്. അതൊന്നും ബേസിക്കലി ഒരു സാലഡിനകത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓരോരുത്തരെയും ടേസ്റ്റ് ബട്ട് ഡിഫറെൻ്റ് അല്ലേ. ജുവൽ ബോക്സ് എന്ന് പറയുമ്പോൾ ദ പ്രീമിയം ബോക്സ് അങ്ങനെ ആയിരിക്കണം. ബട്ട് ഇറ്റ് ഈസ് വെരി നൈസ്, കൊള്ളാം, ഡെലീഷ്യസ് ആണ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ജുവൽ ബോക്സ് എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യുന്നിടത്ത് മാത്രം ഒരു പോയിന്റ് താഴോട്ട് വന്നു എന്ന് മാത്രം. വാട്ട് ഐ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രസന്റേഷൻ്റെ പോയിന്റാണ് അവിടെ പോയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വേറെ ജഡ്ജുകൾ വന്നപ്പോൾ ഈവൻ അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് വരുമ്പോൾ ഇങ്ങനെ ഇത്രയും എലമെന്റ്സ് ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഫുഡിൻ്റെ ടേസ്റ്റ് ബഡ്സിൽ കിട്ടുന്ന ടേസ്റ്റ് മാത്രമല്ല, ഓവറോൾ എല്ലാം കൂടെ വരും.
പക്ഷേ ഇപ്പൊ ബീന ചേച്ചി പറഞ്ഞ പോലെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു. ശരിയാണ്, അത് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കൺസേൺസ് വേറെ ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അതേ പറഞ്ഞുള്ളൂ, ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു മിണ്ടാതെ ഇപ്പൊ നമ്മളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ എല്ലാവരും നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ അപ്പൊ നല്ല ടേസ്റ്റ് നമ്മൾ നോക്കും. ചിക്കൻ സാലഡിന്റെ ടേസ്റ്റ് പിന്നെ ഒന്നും ഓവർ പവർ ചെയ്ത് നിൽക്കണ്ടായിരുന്നു നമ്മൾ ഇത് പറഞ്ഞതുപോലെ ചെറുപയർ ലഡു ചെയ്തു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പ്രസന്റേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവരും കൂടെ അപ്രീഷിയേറ്റ് ചെയ്തു. ഒരുപാട് ഞാൻ അതൊരു ഫെസ്റ്റിവൽ മോഡ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ വന്ന പുള്ളി ജഡ്ജ് ചെയ്തപ്പോൾ എഡിബിൾ അല്ലാത്ത സാധനങ്ങൾ അതിനകത്ത് പെസ്റ്റിസൈഡ് ഉണ്ടായിരിക്കാന്ന് പറഞ്ഞു. പുള്ളിയുടെ കൺസേൺസ് അതായിരുന്നു. ഇട്ടത് പുള്ളി നെഗറ്റീവായിട്ട് പറഞ്ഞു. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പച്ച ചെറുപയർ അത് ഇട്ടില്ല. പ്രൊഫഷണലി അവർ ലേൺ ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പ്രസന്റേഷൻ പ്ലസ് ഈവൻ ഇങ്ങനത്തെ കാര്യങ്ങൾ, ടേസ്റ്റ് ഇതെല്ലാം ഉണ്ടായിരിക്കാം. എന്റെ അനീഷേട്ടാ, നമ്മളിവിടെ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ഇതല്ല പറയേണ്ടത്. സവാള കൂടിപ്പോയി അല്ലെങ്കിൽ സവാള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം കൊടുത്തു, അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. സിമ്പിളി ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഒരു പൂവ് എടുത്തിട്ട് നമ്മൾ അതിനെ സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്കൊരു റോസാ പൂവിനെടുത്തിട്ട് മണമുണ്ടെന്ന് പറയാൻ മാത്രമേ അറിയാവൂ. പക്ഷെ അതിൻ്റെ സയൻറ്റിഫിക് നെയിമും അത് ഏത് ഇതിൽ പെട്ടതാണെന്നൊക്കെ പറയാനായിട്ട് അത് പഠിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമാണ്. നളൻ എന്ന് പറയുന്ന ആൾ വളരെ ആധികാരികമായിട്ട് ഇത് ശാസ്ത്രീയമായി പഠിച്ച ആളാണ്. അയാൾ ലോകത്തിന്റെ പല കോണുകളിലായിട്ടും പഠിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിശകലനത്തിന് അവസ്ഥാനമായിട്ട് അദ്ദേഹം തന്ന മാർക്കാണ് നമ്മളിവിടെ അനൗൺസ് ചെയ്തത്. ശരി, ഓക്കെ. ഞങ്ങൾക്കൊരു വിഷമം ഉണ്ടായത് പറഞ്ഞു. ഷെഫ് പോലും ഒരു കുറവും പറഞ്ഞില്ല. അതാണ് അന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഷെഫ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അല്ല, ഒന്നും പറഞ്ഞില്ല, ഒരു കുറവും പറയാതെ കണ്ട് അങ്ങനെ വന്നു. അതാണ് നമ്മൾ അന്ന് സത്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ദീപന്റെ അടുത്ത്, ലഡു പെർഫെക്റ്റ് ആയിട്ട് ലഡു നമ്മൾ ലഡു റൗണ്ടാണ്. ആ ലഡു എന്ന് പറയുന്നത് ശരിക്കും 100% ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്തത് അവരായിരുന്നു. അത് ഞാൻ ദീപനോട് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. കാരണം അതാണ് ലഡു. ഫസ്റ്റ് നിങ്ങൾക്കല്ലേ കിട്ടിയത്? പക്ഷെ ഞങ്ങളുടെ മറ്റേ ഇതായിരുന്നു എന്താ പറയാ, കംപ്ലീറ്റ് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഒട്ടലും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഷെഫിനോട് സംസാരിക്കാം. നമുക്ക് ഇത് കഴിഞ്ഞു, ഈ ചാപ്റ്റർ കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഞങ്ങള് പക്ഷെ ഞങ്ങളുടെ നമുക്ക് പറയാലോ ഇപ്പൊ ഒരു കാര്യം പറയുമ്പോ അത്രേ ഉള്ളൂ. അല്ല, എന്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അല്ല, ഇത് സീരിയസ് ആയിട്ട് പറയുക. ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ അഭിപ്രായം ഷെഫിനോടും കൂടി കേൾക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് പുള്ളി നമ്മള് നമ്മുടെ ഒപ്പീനിയൻ പറഞ്ഞു മാത്രം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഷെഫ് പറഞ്ഞ വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടി കടക്കാം. നമസ്കാരം. ഇന്നത്തെ ജഡ്ജ്മെന്റിൽ ഒരു കമന്റ് വന്നു, എസ്പെഷ്യലി നവീൻ്റെയും. അവരുടെ സാലഡ്സ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, പിന്നെ എന്താ മാർക്ക് കുറഞ്ഞത്? എന്നെ സംബന്ധിച്ചിടത്തോളം ടേസ്റ്റ് ഒരു മിത്താണ്. പലർക്കും പല പാലറ്റ്സാണ്. നമ്മൾ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നതും ആഹാരം കഴിക്കുന്നതും ആരോഗ്യ സമ്പന്നമായിരിക്കാനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് വളരെ രുചികരമാണ്, വളരെ ഡെലീഷ്യസ് ആണ്, വളരെ ടേസ്റ്റിയാണെന്ന് പറയുന്നതിൽ ഞാനൊരു പ്രസക്തി കൊടുക്കാറില്ല. കാരണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളുടെ വയറിന് വേണ്ടിയാണ് നമ്മളെ തല വർക്ക് ചെയ്യുന്നത്. കാരണം എപ്പോൾ വയറ് നിറയുന്നു അപ്പോൾ നമുക്ക് ഉറക്കം വരും. അതാണ് അതിൻ്റെ സിമ്പിൾ ഫാക്റ്റ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മളെ വയറിന് വേണ്ടി തല വർക്ക് ചെയ്യുക. അപ്പോൾ വയറിന് വേണ്ട കാര്യങ്ങൾ ഹെൽത്തി ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വം. താങ്ക് യു സോ മച്ച്. ഐ ബിലീവ് ഐ ഹാവ് ക്ലിയർഡ് മൈ ജഡ്ജ്മെൻറ്റ് ഹിയർ. താങ്ക് യു. Milma presents Fira Food Celebrity Kitchen Magic Season 3, powered by Amritaveni, KSFE, Bima Jewels, Pankaj Kasturi, Ortho Herb and Kerala Bank. ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് എന്താണ്? ഗ്രിൽഡ് വാട്ടർമെലൻ സാലഡ്. ഗ്രിൽ വാട്ടർമെലൻ സാലഡ്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ളത് വാട്ടർമെലൻ വേണം, ക്യൂക്കമ്പർ വേണം, ഫെറ്റ ചീസ് വേണം പ്രോട്ടീനിന് വേണ്ടിയിട്ട്. സോ ഇതൊരു മിക്സഡ് സാലഡിൻ്റെ വെറൈറ്റിയിൽ വരാം. പിന്നെ വിനീഗ്രേറ്റിന് വേണ്ടിയിട്ടുള്ള സവാള ഉണ്ടാവും, പിന്നെ ആ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് നട്ട്സ് ഉണ്ടാവും, പൊടിച്ച നട്ട്സ് ഉണ്ടാവും. പിന്നെ വിനീഗ്രേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന വൈറ്റ് വൈൻ വിനീഗർ, ഓലിവ് ഓയിൽ, കുറച്ച് ഓറിഗാനോ, കുറച്ച് ബേസിൽ, പിന്നെ ഒരു സ്പൂൺ ഡീജോൺ മസ്റ്റേർഡാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സാധാരണ മസ്റ്റേർഡ് യൂസ് ചെയ്യുന്നു. കുറച്ച് ഡിൽ, കുറച്ച് പുതിന. ഇതിനെ നമ്മൾ ആ ഓയിൽ വിനീഗർ മിക്സിൻ്റെ ആ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുമ്പം വി ഗെറ്റ് എ ഡ്രസ്സിങ് ഓയിൽ.
അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ സാലഡ് തുടങ്ങാൻ പോകുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് വാട്ടർമെലൺ ഗ്രില്ല് ചെയ്യണം. അപ്പോൾ അതൊരു ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വാട്ടർമെലൺ വെച്ച് കൊടുക്കുക. ഇതെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വാട്ടർമെലണിന് അതിൻ്റെ സ്വീറ്റ്നെസ് കുറച്ചുകൂടെ കൂടും. വാട്ടർമെലൺ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഫ്രൂട്ട് ഷുഗർ ഉണ്ട്. അപ്പോൾ ആ ഫ്രൂട്ട് ഷുഗറിനെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പം വാട്ടർമെലണിന് കുറച്ചുകൂടെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ടേസ്റ്റ്. സാധാരണ നമുക്ക് വാട്ടർമെലൺ കഴിക്കുമ്പം നമുക്ക് നോർമൽ വെള്ളം കൂടുതലും മധുരം കുറവായിട്ടുള്ളതായിട്ട് തോന്നും. അത് എപ്പോഴാണോ നമ്മൾ അതിനെ ഗ്രില്ല് ചെയ്യുന്നത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇത് പല സ്ഥലത്തും ഇപ്പോൾ പൈനാപ്പിൾ ഫ്ലാംബേ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. എന്തെങ്കിലും ഒരു ആൽക്കഹോളിൽ പെർട്ടിക്കുലറായിട്ട് ഷുഗർ സിറപ്പിലുള്ള പൈനാപ്പിളിനെ തീ വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അതിനെ ഫ്ലാംബേ എന്ന് പറയും. അതുപോലെ ഇത് ഗ്രില്ലിംഗ് ടെക്നിക്കിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ തവ യൂസ് ചെയ്ത് ഗ്രില്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ചാർ ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. എപ്പോഴെങ്കിലും ബാർബിക്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർമെലൺ ബാർബിക്യൂ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ജസ്റ്റ് അത് മാറ്റി അടുത്ത 2 സ്ലൈസും കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതായി ആവണ്ടേ? ഇല്ല, അകത്ത് ആ ഷുഗർ, അതിൻ്റെ ഫ്രൂട്ട് ഷുഗർ അതിനകത്ത് അത് ഇത്ര ചെറുങ്ങനെ വേണം, ഇത്ര വലിയ അങ്ങനെ സൈസിൻ്റെ ഇതൊക്കെ ബൈറ്റ് സൈസ്. സാലഡ് എപ്പോഴും ബൈറ്റ് സൈസ് ആയിരിക്കണം. നമുക്ക് കഴിക്കാൻ പറ്റണം, സ്പൂണിലെടുത്ത് കഴിക്കാൻ പറ്റണം, അല്ലെങ്കിൽ കൈ കൊണ്ട് കഴിക്കാൻ പറ്റണം. സാലഡ് ഫിംഗർ ഫുഡ് ആകുമ്പോഴും നമ്മൾ കൈ കൊണ്ട് കഴിക്കാൻ പറ്റണം. നന്ന ചെറുതും ആവാൻ പാടില്ല, നന്ന വലുതും ആവാൻ പാടില്ല. നമുക്ക് കടിച്ച് തിന്നാൻ പറ്റണം, അല്ലെങ്കിൽ സൂപ്പായി പോകില്ലേ. ആ ഓക്കെ. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. അപ്പോൾ ചുട്ട വാട്ടർ മെലണും കൂടെ കുക്കുംബർ സ്ലൈസും ഫെറ്റയും ചേർത്ത് നമ്മൾ സാലഡ് ഉണ്ടാക്കി. സാലഡിലാണ് വിനീഗറിട്ട് വേണം. സവാളയിട്ട് ഞാനൊന്ന് മിക്സി, മിക്സി, പിന്നെ അവളൊന്ന് മിക്സി, ഏട്ടനും മിക്സി. നമ്മളത് മിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഫെറ്റ ചീസ് ആഡ് ചെയ്തു. ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ വിനീഗറിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വിനീഗറേറ്റ് എസെൻഷ്യലി നേരത്തെ പറഞ്ഞ പോലെ പ്രപ്പോർഷൻ ഓയിൽ ടു വിനീഗർ പ്രപ്പോർഷൻ 1:3 ആണ്. അതായത് 1 പാർട്ട് വിനീഗറിന് 3 പാർട്ട് ഓയിൽ. അതിൻ്റെ കൂടെ ലെമൺ സെസ്റ്റ്, കുറച്ച് ലൈം വേണമെങ്കിൽ, പുളി വേണം എന്നുണ്ടെങ്കിൽ. പക്ഷേ വൈറ്റ് വൈൻ വിനീഗർ യൂസ് ചെയ്യുന്ന കാരണം ലെമൺ നമ്മൾ സെസ്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ലെമൻ്റെ തോലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പുറം തോടിന്ന് കുറച്ച് നമ്മൾ എടുത്തിട്ട് അതായിരിക്കും മറ്റേ വിനീഗറേറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മസ്റ്റേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ നമ്മൾ ഒരു നുള്ള് മസ്റ്റേർഡ് നമ്മൾ കടുക് അരച്ചതാണ്. കുറച്ച് ആ ഒരു ഹീറ്റിന് വേണ്ടി മാത്രം. ഇത് ഓറിഗാനോ, ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രം. കുറച്ച് ബേസിൽ, പിന്നെ ഫ്രഷ് മിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അധികം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ലെവൽ മാത്രം ആഡ് ചെയ്യുന്നത്. മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്തു. ഇനി ലെമൺ സെസ്റ്റ് വേണം. അപ്പോൾ ഈ ചെറിയ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് സെസ്റ്റ് മാത്രം എടുക്കുകയാണ്.
ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ലെമൺ ജസ്റ്റായി. ഇത്രയും മതി ആ ഒരു ലെമണിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലെമൺ ജസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി സോൾട്ട് പെപ്പർ വേണം. പെപ്പർ ഇടാൻ കുറച്ച്. അപ്പോൾ നമ്മൾ ലെമൺ ജസ്റ്റ്, മസ്റ്റേർഡ്, മിൻറ്റ്, ഒറിഗാനോ, ബേസിൽ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഇനിയാണ് ആ പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഓലിവ് ഓയിൽ 1:3, അതാണ് 3 പാർട്ട് ഓയിലിന് 1 പാർട്ട് വിനീഗർ. അപ്പോൾ 3 പാർട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓലിവ് ഓയിൽ 150 ml യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ 150 ml എടുക്കുകയാണ്. ഇതിന് 50 ml ആണ് വിനീഗർ ആഡ് ചെയ്യുന്നത്. ഇത് വൈറ്റ് വൈൻ വിനീഗറാണ്. അപ്പോൾ വൈറ്റ് വൈൻ വിനീഗർ നമ്മൾ 50 ml ആഡ് ചെയ്യാണ്. സോ ഈ വിനീഗറേറ്റിൻ്റെ കോമ്പിനേഷൻ ഇതാണ്. ഇനി ഇതിനെ പ്രോപ്പറായിട്ടൊന്ന് വിസ്ക് ചെയ്യാൻ പോവാം. ഇങ്ങനെ വിസ്ക് ചെയ്യുമ്പം ഈ അസറ്റിക് ആസിഡും ഓയിലും കൂടെ ഇമൾസിഫൈ ആവും. അതാണ് നമ്മൾ സാലഡ് ഡ്രസ്സിംഗ് ആയിട്ട് വരിക. അപ്പോൾ ഇനിയാണ് ടെസ്റ്റ്. പുളിപ്പ്, ഉപ്പ് എല്ലാം ഇല്ലേ. അപ്പോൾ വൈറ്റ് വൈൻ വിനീഗർ റെഡിയാണ്. ഇത് സാലഡിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ പുളിപ്പും ഇതിൻ്റെ ആ ഒരു വൈനിൻ്റെ ടേസ്റ്റും വാട്ടർമെലണിൻ്റെ കൂടെ ഉള്ള ആ ഒരു റോസ്റ്റ് ഫ്ലേവറും അവക്കാഡോൻ്റെ ക്രീമിനെസ്, പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഫെറ്റ ചീസ്, ദി സാലഡ് യു ഷുഡ് ട്രൈ ആൻഡ് ഹാവ്. അപ്പോൾ ഇത് ഇനി നമുക്ക് പ്ലേറ്റിങ്ങിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാലഡ് സെർവ് ചെയ്യുന്നതിന് അപ്പോൾ റോസ്റ്റ് വാട്ടർമെലൺ, ഫെറ്റ ചീസ്, ക്യൂക്കമ്പർ, അതിൻ്റെ കൂടെ ക്രഞ്ച്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ മേളിൽ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യും. അത് യൂഷ്വലി നമുക്ക് ആ ക്രഞ്ച്നെസ്സിന് വേണ്ടി മാത്രമാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ സാലഡ് ബോളിൽ പിന്നെ സെർവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർമെലൺ വെള്ളം റിലീസ് ചെയ്യും. അപ്പോൾ സാലഡ് സോഗി ആവും. അപ്പോൾ ആ സോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റാണ് ഇതിനെ സെർവ് ചെയ്യുന്നത്. ടു ടോപ്പ് ഇറ്റ് അപ്പ് നമ്മൾ കുറച്ച് നട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാലഡ് നമ്മൾ ഡ്രസ്സിങ് നമ്മൾ ഒഴിക്കേണ്ടത് കഴിക്കുന്നതിന് തൊട്ട് മുന്നെയാണ്. നേരത്തെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇന്ന് സാലഡിനെ കുറിച്ച് നമ്മൾ കുറേ സംസാരിച്ചു. ഇത് എങ്ങനെയാണ് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാമെന്നുള്ളത്. അതിൽ പലതരം വിനീഗർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് വൈറ്റ് വൈൻ വിനീഗറാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ബൾസാമിക് വിനീഗർ യൂസ് ചെയ്യാം, ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് വൈൻ വിനീഗർ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അതിൽ ഓരോന്നിനും ഗുണങ്ങളും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം അതാണ് യൂസ് ചെയ്യുന്നത്. സോ ആപ്പിൾ സൈഡർ വിനീഗർ യൂസ് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം, അത് വിനീഗറായിട്ടായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ വളരെ ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ്. അതുകൊണ്ട് ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ട് കുറച്ച് ഡില്ലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, വിനീഗറേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് റെഡി. അപ്പോൾ വൈറ്റ് വൈൻ വിനീഗറേറ്റ് വിത്ത് റോസ്റ്റഡ് വാട്ടർമെലൺ സാലഡ്, അതിൽ അവക്കാഡോ, ഫെറ്റ ചീസ്, അതിൻ്റെ കൂടെ കുറച്ച് അണിയൻസ്, പിന്നെ നമുക്ക് വേണ്ട ടേസ്റ്റുള്ള സോൾട്ടും പെപ്പറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി കഴിക്കാം, എൻജോയ് ചെയ്യാം. താങ്ക് യു. നിങ്ങൾ എത്രയും സമയം വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ ഇങ്ങനെ സൈലൻ്റ് ആയത് അല്ലേ? കാര്യമായിട്ടൊന്നുമില്ല, ഇതിനെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ആയ സ്ഥിതിക്ക് നമ്മളെ ആ പാട്ടൊന്ന് പൂർത്തിയാക്കൂ. ആ, അപ്പോൾ ഏത് പാട്ടായിരുന്നു നമ്മൾ പാടിക്കൊണ്ടിരുന്നത്? ഞാനും എല്ലാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി, കപ്പലിലാണേ ആ കുപ്പായക്കാരി, പങ്കായം ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി, 40 പേരും
ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. എന്തിനു വേണ്ടി? സലാഡിന് വേണ്ടി. അമ്മേ. ഈ ഗ്ലാസിൻ്റെ പേരാണ് വൈൻ ഗോബ്ലറ്റ്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വൈൻ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും, അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഇവിടെ കൈ കൊണ്ട് തൊടാൻ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ സ്റ്റെമ്മിലാണ് പിടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് വൈൻ ഗോബ്ലറ്റ്സ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ ആൽക്കഹോളിൻ്റെ കപ്പിനും അതിൻ്റെ ഓരോ ഷേപ്പിന് അർത്ഥമുണ്ട്. അത് ഓരോന്നും കഴിക്കുന്ന ഓരോ രീതിയിലാണ്. ഇതിപ്പോൾ നമ്മൾ വൈറ്റ് വൈൻ വിനീഗർ ആയതുകൊണ്ട് വൈൻ ഗോബ്ലറ്റ് യൂസ് ചെയ്തേ ഉള്ളൂ. സോ റെഡി. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewels, Pankaja Kasturi Ortho Herb and Kerala Bank. നമ്മൾ സാലഡ്സ് കഴിച്ചു. നമ്മുടെ കൂട്ടുകാരെല്ലാം ചെയ്ത 4 ടീമുകൾ ചെയ്ത സാലഡ് കഴിച്ചു. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഒരു സാലഡ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ, എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ ചേർത്തുകൂടായ്മകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ വിശദമായി പറഞ്ഞു തന്ന പ്രിയപ്പെട്ട ഷെഫ് നമ്മളോട് പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നമുക്ക് വേണ്ടിയിട്ട് സാലഡ് ചെയ്യാമെന്ന്. അതെ. നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ആദ്യത്തെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഷെഫ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. അതെ, ഇതിന് മുമ്പ് ഒരു സാധനം ശ്രദ്ധിക്കണം കുട്ടി. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരു സിമ്പിൾ സാലഡാണ് ഇത്. നേരത്തെ ചെയ്ത സാലഡ്സിന് സജഷൻസ് ഒന്നുമല്ല. സാലഡ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്ക് നല്ല സോൾട്ട് ഇട്ട് കുക്കുംബർ കഴുകിയിട്ട് നമുക്ക് ഈ കുക്കുംബറിനെ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്യാം. കണ്ടോ, ഒന്ന് സ്മാഷ് ചെയ്യാം. സ്മാഷ്ഡ് കുക്കുംബർ സാലഡ് എന്നാണ്. ജസ്റ്റ് സ്മാഷ് കുക്കുംബർ സാലഡ്. ജസ്റ്റ് എല്ലാം എളുപ്പമായിരിക്കണം. അപ്പം വീട്ടമ്മമാർക്കൊക്കെ നമുക്ക് കൈപ്പണി കൊണ്ട്. അതെ, പരിപാടി പെട്ടെന്ന് എളുപ്പം. ജസ്റ്റ് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നു, നമ്മൾ കുറുകെ കട്ട് ചെയ്യുന്നു. അത് നമ്മൾ 6 ആയിട്ട് ബൗളിലേക്ക് മാറ്റുന്നു. സാലഡ് ഓൾമോസ്റ്റ് റെഡിയായി. അതിന് ഞാൻ ചോദിച്ചോണ്ടിരുന്നത്. അത് ലേശം സോൾട്ട് ഇടുന്നു. കണ്ടോ, ഇളക്കുന്നു. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. ഇത് കത്തിക്കുന്നു. നമ്മൾ കുറച്ച് ഇവർ രണ്ടുപേരും കൂടെ എന്നെ നടുക്ക് നിർത്തിയിട്ട് അങ്ങ് കോമൺ സെൻസ് അത്രേ ഉള്ളൂ. കുറച്ച് മിക്സ് ചെയ്യും. ചില്ലി ഫ്ലേക്സ്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ബാൾസമിക് വിനീഗറാണ്. 3 ടേബിൾ സ്പൂൺ. അടുപ്പ് ചൂടായി അല്ലേ? അടുപ്പ് ചൂടായപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെളുത്ത എള്ള് എല്ലാം ഇഷ്ടമാണോ? അല്ലേ? അപ്പോൾ അതൊരു സൈഡിൽ ഞാൻ റെഡിയാവും. അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത കുറച്ച് ലെറ്റ്യൂസ് എടുക്കുന്നു. ലെറ്റ്യൂസ് എടുത്ത് അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് ഇട്ടു. ലെറ്റ്യൂസിന് മേലിട്ട് നമ്മൾ പോമഗ്രാനൈറ്റ് ഇട്ടു അല്ലേ? പോമഗ്രാനൈറ്റ് ഇട്ടു. നമ്മൾ ആപ്പിൾ എടുത്ത് കട്ട് ചെയ്തു. ഓപ്പിള് കട്ട് ചെയ്തിട്ടുണ്ട്. അതെ, റെഡിയായി. ഇതിൽ നമുക്ക് ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കാണും, അത് നമുക്ക് കളയാം. നമ്മൾ ഷെഫിന്റെ മാന്ത്രിക കരസ്പർശം ഏറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടു. എന്നിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി എല്ലാം അതിനകത്ത് മിക്സ് ചെയ്തു. വീണ്ടും കുറച്ച് ബാൽസമിക് ഒഴിച്ചു. നമ്മളെ സാലഡ് റെഡിയായി. ഫസ്റ്റ് വൺ റെഡിയായ. അതെ, നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ലെറ്റ്യൂസിലും പോമഗ്രാനൈറ്റിലും ആപ്പിൾ കൂടി കട്ട് ചെയ്തിട്ടു അല്ലേ? പിന്നെ കുറച്ച് പൈനാപ്പിൾ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ
ചെയ്തിട്ടുണ്ടോ ഇത്? കറ നമ്മൾ കളഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഭഗവാനെ. അറിയത്തില്ല, ചെയ്തില്ല. ഇതിങ്ങനെ ചെയ്തു നോക്കണം. എന്തിനാന്ന് ഇവിടെ പറഞ്ഞു കുക്കുംബറിന്റെ മേൽഭാഗം കട്ടിയനുസരിച്ചിട്ട് ഇങ്ങനെ കണ്ടോ, വരുന്നുണ്ടോ? കാണാവോ? എന്താ കറ അല്ലേ? ഇല്ലേ, കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ഇപ്പൊ ചിരി മാറിയില്ലേ? ഹണി ഒഴിച്ചു. ഹണി ഓഫ് അതിലേക്ക് ഇങ്ങനെ ഹണി കൂടി അങ്ങ് ഒഴിച്ച് ഉപ്പ് ഉപ്പിട്ടോ? സോൾട്ട് ഇട്ടു. ഓ ഹണി ഉപ്പും ഉണ്ട്. പഞ്ചസാര ഇട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യാണ്. എന്ത് പനീറാണോ? അല്ല, ഫെറ്റ ചീസ്. ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നു. നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചു. അവസാനം മേളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു. അതെ. പക്ഷെ ഹണി ഒലിവ് ഓയിൽ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതില്. കൈ കാണിക്കണം. സന്തോഷം. അപ്പോൾ ആ സാലഡ് റെഡിയാണ്. പോമോഗ്രാനറ്റ്, ആപ്പിൾ, പൈനാപ്പിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കുമ്പറോട് ആഡ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് മുട്ട നമുക്ക് പല രീതിയിൽ കുക്ക് ചെയ്യാം, അല്ലേ അണ്ണാ? ശരിയല്ലേ? തീർച്ചയായിട്ടും അണ്ണൻ്റെ ഫേവറേറ്റ്. അതെ, മുട്ട ഇങ്ങനെ 1, 2, 3, 4 എണ്ണം. അല്ലാഹു അക്ബർ. ഇതൊരു യോഗർട്ട് സാലഡ്, ഇതൊരു വിനീഗർ സാലഡ്, ഇതൊരു ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സാലഡ്. 3 സാലഡ്സാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഈ രാവിലെ ഇപ്പം നമുക്ക് എന്തുമാത്രം എളുപ്പമായി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ കുറച്ച് പാലൊഴിച്ച് കണ്ടല്ലോ. എഗ്ഗിലേക്കാണ് പാല് മിക്സ് ചെയ്തത്. അതെ, ഇങ്ങനെ ബീറ്റ് ചെയ്യണം. കണ്ടോ? കാണുന്നുണ്ടോ? ഇപ്പൊ ഇത് എടുത്തത് ഗുഡ് ലൈഫിന്റെ മിൽക്കാണ്. ഏത് മിൽക്കാണെങ്കിലും ഓക്കെ ആണ്. ഗുഡ് ലൈഫ് ആയിരിക്കും നല്ലത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒരു എഗ്ഗിൻ്റെ സാധനം ബട്ടറിൽ ചെയ്യാൻ പോവാണ്. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ നമ്മൾ മുട്ടയിൽ പാല് ചേർത്ത് പാലിൻ്റെ കൂടെ ഫ്രഷ് ക്രീം കൂടെ ചേർത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എഗ്ഗ് കുറച്ച് റിച്ച് ആവും. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ചൂടായി അല്ലേ? ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ബട്ടർ അതിലേക്ക് നമ്മൾ ബീറ്റ് വെച്ച എഗ്ഗ് അതിലേക്ക് ഇട്ടു, ഒഴിച്ചു. ഇനിയാണ് ഫ്ലഫി എഗ് സാൻഡ്വിച്ച്, ഒരു ഫ്ലഫി എഗ് ഓംലെറ്റ് നമ്മൾ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്രീമി ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടോ നല്ല ഫ്ലഫി ആക്കി എടുക്കാം. നല്ല ജ്യൂസി ആയിരിക്കും. വെറുതെ ഇതിങ്ങനെ സ്പൂണിൽ കഴിക്കും. പക്ഷേ ഇത് നമ്മൾ 3 വിഭവങ്ങൾ കൂടി അതിനോട് ചേരുകയാണ്. കാരണം ഷെഫ് ഉണ്ടാക്കുന്ന 3 സാലഡ് കൂടി ചേരുന്നു. അങ്ങനെ ടോട്ടൽ ഇന്ന് നമ്മുടെ 2 എപ്പിസോഡ് കണ്ടു കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് 7 തരത്തിലുള്ള സാലഡ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതെ, വെറൈറ്റി ആയിട്ടുള്ള. ഇത് കുക്കാവാൻ പാടില്ല. കുക്കാവണം നിർബന്ധം. ലാസ്റ്റ് ആ സാലഡിൽ കുറച്ച് നാരങ്ങ ആഡ് ചെയ്യണം അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്. യോഗർട്ട് സാലഡാണ് ചെയ്തിരിക്കുന്നത്. ഫ്രൂട്ട് യോഗർട്ട് സാലഡാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിനകത്ത് നമ്മൾ ലിമിറ്റഡ് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് വാട്ടർമെലനും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇതിൽ പോമഗ്രാനറ്റും ആപ്പിളും യോഗർട്ടും അല്ലേ? എനിക്ക് വാട്ടർമെലൻ ആയിരിക്കുന്നത് നല്ലത്. ഓക്കെ, Magic.
Milma presents Fira Food Celebrity Kitchen Magic Season 3, powered by അമൃതവേണി KSFE, Bima Jewels, Pankaja Kasturi Ortho Herb and Kerala Bank. Partner Minolta, Asian Healthy Cooking. Anish Ravi costume sponsored by Dhanya Furniture, Kottarakara.